ഹലോ ഗൈസ്, ഞാനിപ്പോ ഈ വീഡിയോയിൽ വരാനുള്ള കാരണം എന്താ അറിയോ? വേറൊന്നുമല്ല, ഞാൻ ജീവിതത്തിൽ നിന്നും മരണത്തിൽ നിന്നും ഇടയിൽ നിന്ന് എന്നെ രക്ഷപ്പെടുത്തിയത് ഈ 4 ആൾക്കാരാണ്. മുനീർ, അതുപോലെ തന്നെ ബഷീർ, അസുറുച്ച, സംസാക്ക. എന്തെന്നല്ല നിങ്ങൾക്ക് ഞാൻ ഇവിടെ ഇങ്ങനെ സാധാരണ പതിപോലെ എപ്പോഴും ഇടയ്ക്കിടയ്ക്ക് വന്നിട്ട് ഇവിടെ ഇരിക്കലുണ്ട്. അപ്പോൾ ആ ഇവിടെ ഇരുന്നേത്തുനിന്ന് ജസ്റ്റ് ഒന്ന് നമുക്ക് എന്തോ ഒരു കടിച്ച പോലെ ഫീലായി. കടിച്ച പോലെ ഫീലായത് മാത്രമല്ല, ചെറിയൊരു അവിടെ ഒരു ഇതുണ്ട്. അതാ എന്താ ഈ സാധനം, അത് ഇതാ എന്തോ ഒരു കടിച്ച പോലെ 3 പല്ലിൻ്റെ അച്ച് കാണുന്ന പോലെ ഉണ്ടാ. ആ അങ്ങനെ ഞാൻ എന്താക്കി എന്നെ ഞാൻ പിന്നെ അതിനെ വലിയൊരു കാര്യമായിട്ട് എടുത്തിട്ടേ ഇങ്ങനെ ഇവിടെ ഇരുന്നിട്ടുണ്ടേ. അപ്പോൾ ഇതാ അസർ വിളിച്ചാനോട് പറഞ്ഞ്, നീ ഇങ്ങനെ സംശയത്തിൻ്റെ മുകളിൽ ഇവിടെ ഇരിക്കണ്ട, നമ്മൾ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് എന്നെ ഇത് ഈ വണ്ടിയിൽ ഈ കാണുന്നത് ഈ വണ്ടിയിൽ ബദിർക്കത്തെ കൊണ്ടുപോയി. അപ്പോൾ ആടുന്ന് ഹോസ്പിറ്റലിലൊക്കെ എത്തിയിട്ട് നമ്മൾ ഡോക്ടർ പറഞ്ഞതില്ലെങ്കിൽ 70% പാമ്പ് കടിച്ചെങ്കിൽ വിഷം അറിയുന്നുണ്ടെങ്കിൽ ഒരു 4-5 മണിക്കൂറെല്ലാം കഴിയും. എനിക്കിപ്പോൾ ഏകദേശം 2 മണിക്കൂർ കഴിഞ്ഞെത്ര ഞാൻ ഹോസ്പിറ്റലിലൊക്കെ പോകുമ്പോൾ. അങ്ങനെ ഇപ്പോൾ ഈ പല്ലിൻ്റെ അച്ച് കാണുമ്പോൾ ഏകദേശം പാമ്പ് കടിച്ച പോലെ തന്നെ ഉണ്ട്. ഇനി എത്രയും പെട്ടെന്ന് നായനാറിലേക്കാ അല്ലെങ്കിൽ ആസ്റ്ററിലേക്കാ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഹോസ്പിറ്റലിലൊക്കെ പോയിട്ട് കാണിക്കുന്നത് നല്ലത് അറിഞ്ഞു. അങ്ങനെ കാസർഗോഡ് മറ്റേ ഇതില്ലേ 4 മൈലുള്ള EK നായനാർ ഹോസ്പിറ്റലിലൊക്കെ പോയി. അങ്ങനെ അവിടെ പോയിട്ട് ഫുള്ള് ടെസ്റ്റെല്ലാം ആക്കിയിട്ട് റിപ്പോർട്ടെല്ലാം കിട്ടി. റിപ്പോർട്ടിലെല്ലാം അൽഹംദുലില്ലാ എന്തുമില്ല, വിഷം കയറിയിട്ടൊന്നുമില്ല. അത് ചിലപ്പോൾ അവിടുന്ന് ഹോസ്പിറ്റലിൽ പറഞ്ഞു എനിക്ക് എന്തെങ്കിലും ചിലപ്പോൾ തോന്നിയതായിട്ടുണ്ടാവും എന്ന് പറഞ്ഞു. എന്താ ഇതെന്തിങ്ങനാണ് എന്താ ഇതാണ് റിപ്പോർട്ട്, ഹോസ്പിറ്റലത്തെ റിപ്പോർട്ട്. ഇതാ എല്ലാം ഓക്കെ. നിങ്ങൾക്കറിയാമല്ലോ ആ ഒരു ഫീൽ അറിയാമല്ലോ. നമുക്കിപ്പോൾ ഒരു പാമ്പ് കടിക്കാതെ കെട്ട് എല്ലാവരും കാക്കട്ടെ എന്നെങ്കിലോ കടിച്ചിനെന്ന് നമ്മളൊരു മനസ്സിലാക്കി ഇങ്ങനെ തോന്നിയിട്ട് ഇങ്ങനെ ഒരു കാലിൽ ഇങ്ങനത്തെ ഒരു സീല് കാണുമ്പോൾ ആരും ഒരിക്കൽ പേടിച്ചു പോകുന്നു. എന്തല്ലോ ചിന്ത വന്നിന് ഗെയ്സ്. അതുകൊണ്ട് ഉള്ള കാത്ത അതിനെ ഒന്ന് ജസ്റ്റ് ഒന്ന് അപ്പുറത്തേനെ എത്തിച്ച ആ 2ാമത്തെ റിപ്പോർട്ട്. എന്താ കുറച്ച് ബില്ലായി, പ്രശ്നമല്ല. എന്നെങ്കിലോ നമ്മളെ സംശയം തീർന്നില്ലേ. ഇപ്പോൾ സമയം എത്രയായി? 1:30 മണി. അപ്പോൾ എല്ലാവരും ഞാനിപ്പോൾ ഈ വീഡിയോ ഇടാനുള്ള കാരണം വേറെന്തുമല്ല, ഇതിപ്പോൾ ഇങ്ങനത്തെ സ്ഥലത്തെല്ലാം ഇരിക്കുമ്പോൾ ഇല്ല ജസ്റ്റ് ഒന്ന് സെർച്ച് ആക്കിയിട്ട് ഇരിക്കുന്നത് നല്ലതെന്നു. അപ്പോൾ എൻ്റെ യൂട്യൂബ് ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ആക്കിയിട്ടില്ലെങ്കിൽ ഇവിടെ നാച്ചു വ്ളോഗ് അവ